Cinema presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. നമസ്കാരം. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 സ്വാഗതം. അപ്പൊ എല്ലാ നമ്മുടെ ഫ്രണ്ട്സ് ചങ്സിനൊക്കെ സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ ഈ കുക്കിംഗ് സെക്ഷനിലേക്ക് അല്ലേ. അപ്പോഴേ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വെറുതെ എന്താണെന്ന് അവൻ കണ്ണട വെച്ചപ്പോ ഞാൻ വെറുതെ എന്റെ ഒന്നുമില്ല, ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഫുഡില് വെറൈറ്റി ഒന്നും ഇതൊന്നും കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ ഗ്ലാസ്സിൽ വെച്ച് ഗ്ലാസ്സിലൊരു നമുക്കൊരു വെറൈറ്റി ആക്കാം. പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ നാദിറയും വിഷ്ണു ഒക്കെ ഉണ്ടല്ലോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഫസ്റ്റ് അടിച്ചോണ്ട് പോണേ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം പുലാവിലെങ്കിലും പിടിക്കാൻ അതെ. നോക്കും. ഒരു കാര്യം കൂടെ ഉണ്ട്, പുലാവ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാ വെക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, സത്യം പറയാല്ല. എനിക്ക് സത്യസന്ധമായിട്ട് പറയാം, സത്യസന്ധമായിട്ട് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം പുലാവ് വയ്ക്കാൻ പോവാണ്. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് തീർച്ചയായിട്ടും പുലാവിന്റെ ആ ഒരു കണ്ടുപിടിച്ച ആൾക്കാർക്ക് വണക്കം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങാം. ഒരു കാര്യം കൂടി പറയുന്നു, ഗ്ലാസ് വെച്ചതിന്റെ മീനിങ് വേറെ ഒന്നുമല്ല. പുലാവ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പേർഷ്യൻ ഫുഡ്. പേർഷ്യനും ഇന്ത്യയും കൂടി കൊളാബറേറ്റ് ചെയ്ത് വന്നൊരു ഫുഡാണ്. അതന്നെ നമ്മൾ കുറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ പുലാവ്. ഒരിത്തിരി ഉണ്ടാക്കാം, കാരണം ചോറ് നമ്മൾ കുറെ എല്ലാവരും ഉണ്ടാക്കല്ലേ. അപ്പൊ ഞങ്ങൾ അധികം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല. അല്ല, എല്ലാ പ്രാവശ്യവും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും ഈ ഒരു ബൗള് അരി ഉണ്ടാക്കുന്നുള്ളൂ. ഒത്തിരി നമ്മൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും വളരെ കുറച്ച് ഉണ്ടാക്കാൻ നെയ്യിടാണ്. ഫസ്റ്റ് പാൻ ചൂടായി അതിലേക്ക് നെയ്യിട്ടു. അതിലേക്ക് ഒരു വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ച് അതിനങ്ങോട്ട് ജസ്റ്റ് ഇതായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ കാഷ്യൂനെയും കൂടെ കുറച്ച് പെറുക്കിയിട്ടാണ്. അത് രണ്ടും കൂടെ ഒന്ന് ഇത് അല്ലേ ആ നെയ്യിൽ കിടന്ന കാഷ്യൂ അങ്ങോട്ട് നല്ല നെയ്യല്ലേ, നമ്മുടെ മിൽമയുടെ നെയ്യല്ലേ. മിൽമയുടെ നെയ്യ് പറയാനുണ്ടോ? മിൽമയുടെ നെയ്യ് നമുക്ക് പറയാൻ വാക്കുകളില്ല. കാഷ്യൂ പ്യൂർ ആയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ നമ്മുടെ നെയ്യിൽ കിടന്ന് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇത് നല്ല സോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മുടെ സവാളയെ നമ്മുടെ സവാള ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും കൂടെ നീ അത് ഇളക്കിക്കോട്ടോ. ഒരു ഗാർലിക് പേസ്റ്റ് കുറച്ചിട്ടുണ്ട്. ജിഞ്ചർ പേസ്റ്റ് ഇട്ടു കുറച്ച് കേട്ടോ. മുളക് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് നമ്മുടെ ഗരം മസാല. ശരിക്കും പറഞ്ഞാൽ ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. ശരിക്കും ഏറ്റവും നല്ലത് നമ്മൾ മസാലകളെല്ലാം ഞാൻ ഈ പറയുന്ന പോലെ ഒരു നമ്മുടെ എറണാകുളത്തൊരു ബിരിയാണി ഷോപ്പുണ്ട്. അവിടെ ഞാൻ ചെന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, പുറത്തുനിന്ന് ഒരു മസാലകളും ഇല്ല, ഗരം മസാല ഈ മസാലാസ് എല്ലാം അവർ തന്നെ പൊടിച്ചെടുക്കും. അങ്ങനെ എടുക്കണം നല്ലത്. കാരണം അപ്പം അറിയുമോ, നമുക്ക് ഒരു ഇതും ഇല്ലാതെ നല്ല ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റ് തന്നെ ആ ഒരു റേഷ്യോയിൽ നമ്മളെല്ലാം കൂടി പൊടിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചാൽ മതി. എത്രയോ നാൾ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്നില്ല. കൂടുതൽ ആൾക്കാർ സമയമില്ല. അല്ല, പിന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മുടെ കുറെ പൊടിച്ച് നല്ല ഒറിജിനൽ പൊടികൾ കിട്ടുന്ന കുറെ ഉണ്ടല്ലോ ഇപ്പൊ, ഇല്ലേ? അപ്പൊ അവിടെ നിന്നൊക്കെ ഇപ്പൊ ഞാൻ എല്ലാ പൊടികളും പൊടിച്ച് നമ്മുടെ മില്ലർസ് ഒക്കെ പോലത്തെ. അല്ല, നമുക്ക് തന്നെ കൊടുക്കാമല്ലോ. നമുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പൊടിച്ചു തരുന്ന. അതല്ല, അങ്ങനെയല്ല, ഇത് പൊടി മാത്രം നല്ല ഒറിജിനലായിട്ട് പൊടിച്ച് വെക്കുന്ന മില്ല് ചെയ്യുന്ന അങ്ങനത്തെ ഷോപ്സ് ഉണ്ട്. അത് തന്നെ, ഞാനെല്ലാം അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഇപ്പോൾ. അപ്പം നമ്മുടെ സവാളയും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. അത് ആ ഒരു അറിവ് വെച്ചിട്ട് ചെയ്യണാണ്. കുഴപ്പമില്ല. നാദരയും വിഷ്ണു ഫസ്റ്റ് ടൈം അല്ലേ എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ ഫുൾ ഫസ്റ്റ് മേടിച്ചോണ്ട് പോണേ. പിന്നെ അത് മാത്രമല്ല ചേച്ചി, ഞാനൊരു കാര്യം പറ്റേ, പരദൂഷണം പറയാൻ വിചാരിക്കരുത്. നാദിറക്ക് ചെറിയൊരു എന്തോ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്, മന്ത്രവാദം എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അവള് ചാത്തൻ സേവ, നാദിറ ചാത്തൻ സേവയുണ്ട്. നാദിറ കേക്കും പതുക്കെ പറ.
ചാത്തന്റെ ചാത്തൻ സേവയാണ് അവൾക്കുള്ളത്. അങ്ങനെയാണ് അവർ ഫസ്റ്റ് മേടിക്കുന്നത്. അവര് മറ്റേ ഇതൊക്കെ ചാത്തനെ സേവിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഞങ്ങള് എല്ലാരും തോക്കണം എന്ന് അവള് എന്തോ ചാത്തനെ എന്നിട്ട് കള്ളൊക്കെ ആ പാവം ആ വിഷ്ണുവിന് എന്തെങ്കിലും അറിയോ? അവരാണ് അയ്യോ ഞങ്ങള് പറയും ഇത്രയും നല്ല കുക്ക് ചെയ്യുന്ന ഒരാള് പോലെ ഇത്ര സ്നേഹവും എല്ലാ വട്ടം പ്രാർത്ഥിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഏറ്റവും കൂടുതൽ കുക്കിംഗ് നാദിര പഠിച്ചത് ബീന ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു എപ്പോ വന്നു ഇങ്ങനെ ഒരു കാണിക്കുന്നുണ്ട്. വിഷ്ണുവിന് എനിക്ക് വിഷ്ണു മെയിൻ പരിപാടി പ്രാഗീട്ട് ഒറ്റ പോക്കാൻ പണി കൊടുത്തടി. കണ്ടോ, ഇതാണ് അവളുടെ ചാത്തൻ സേവയുണ്ട്. അവൾ പ്രാഗിട്ട് പോകും എന്തൊക്കെയോ സേവയുണ്ട്. പക്ഷെ അവൾ എന്തോ സംഭവം ഉണ്ട്. കാരണം അവൾക്ക് ഇപ്പൊ എല്ലാം ഫസ്റ്റ് ആണ്. എന്താണെന്നൊരു പിടുത്തവും കിട്ടണില്ല. അതിലേക്ക് ചില്ലി, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കേട്ടോ. ഓക്കെ, അധികം വേണ്ട, കാരണം എരിവ് അധികം വേണ്ടല്ലോ. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ചൊരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലയും 1/4 ടീസ്പൂൺ കേട്ടോ. ഒന്നും അധികം പാടില്ല, കുറച്ചേ ഉള്ളൂ നമുക്ക് അരി. അപ്പം അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിക്കോടാ. വഴണ്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. അതിന്റെ അകത്ത് നമ്മളൊന്ന് സോട്ട് ചെയ്യണം. വൈകിട്ട് ഇത് ഞാൻ ഇളക്കണ കറക്റ്റ് അല്ലേ? പിന്നെ കറക്റ്റ്. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ഇട്ടു. ഗ്രീൻ പീസ് കിടക്കണതാണ് നല്ലത്. അപ്പൊ ഗ്രീൻ പീസ് കുറച്ച് കിടന്നോട്ടെ. ഗ്രീൻ പീസ് ഇട്ടു. ചേച്ചി ആ നമ്മുടെ അനീഷേട്ടനും ഈ പറയണ പോലെ തന്നെ അവര് ആ നാദിരൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഈ ഞാൻ പറഞ്ഞില്ല, അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷേട്ടൻ. നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലേടാ. നമ്മൾ ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. അതിലേക്ക് പച്ചക്കറികൾ ഇങ്ങനെ കിടക്കണം. എന്ത് രസം. ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് ഇടുന്നു. ഇത് കാണുമ്പോ തന്നെ സത്യം പറയല. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും തൂക്കി കൊടുത്തു. ഓണമാണ്. അയ്യോ ഇപ്പൊ അനീഷേട്ടന്റെ കാര്യം പറഞ്ഞ നാവെടുത്താണ്. ഇത്ര നല്ലൊരു ഇളക്ക് വീരൻ. നീ അവർക്ക് ഇളക്കിയിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ? ഞങ്ങളുടെ ഇളക്കടാ പ്ലീസ്. അനീഷേട്ടൻ എവിടെ കൈവച്ചാലും സെറ്റാണ്. അതെ, ഇളക്കിക്കോ, നന്നായിട്ട് ഇളക്കിക്കോ. നമുക്ക് ഇളക്കറിയാമോ നോക്കട്ടെ. അല്ല, നന്നായിട്ട് ഇളക്കും, എനിക്കറിയാം. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ സഹവർത്തിനി സഹപാഠി ആലോചിച്ച് നോക്കണം. ഒരു ജോലി അവളുടെയും ജോലിയാണ്. അവൾ എവിടെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണോന്ന്. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ഭയങ്കര ഡ്യൂട്ടിയിൽ ഇത്ര പഞ്ച്വൽ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള്. സത്യം, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് വരാൻ വൈകിയപ്പോ ഞാനല്ലടി ഇവൻ പറഞ്ഞ് നീ ഫോണും കൊണ്ട് അല്ല എന്താണ് പറഞ്ഞത്? ഫോണും കൊണ്ട് എവിടെയോ കറങ്ങി നടക്കുകയാണ്. അനീഷേട്ട് ഇത്രയും പറഞ്ഞോളൂ. ഫോണും കൊണ്ട് എവിടെയോ കറങ്ങി നടക്കണ കണ്ടു. ഇവിടെ രണ്ടുപേരും കൂടെ അങ്ങ് പറഞ്ഞ് അല്ല, അതെന്താ ഒരു വഴിക്ക് പോകുമ്പോ നമ്മൾ ഒത്തിരി മസാല മസാല നിങ്ങൾ മസാല അതിനകത്ത് പറയില്ല. ഞാൻ ദൂരെന്ന് ബീന ചേച്ചി കണ്ടപ്പോ ഞാൻ പറയണമെന്ന് വെച്ചു. ബീന ചേച്ചി നല്ല രസമുണ്ടെന്ന് കാണാൻ. നീ നല്ല ഭംഗി നിന്റെ ഷർട്ട് കൊള്ളൂല, അനീഷേട്ടനെ കൊള്ളൂല. എടാ, വേറെ സത്യം പറയട്ടെ. എപ്പോഴും ഇവിടെ ഭയങ്കര കാര്യമായിട്ട് ഇവിടെ എന്ത് ഇത് വരുമ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. പുലാവ് ഞാൻ ചെയ്തിട്ടില്ല. സത്യം, നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധിക്കും, പ്രേക്ഷകരുടെ ശ്രദ്ധിക്കും. സംഭവമൊന്നുമില്ല, ഫ്രൈഡ് റൈസ് ഇതൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ പുലാവ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. ഒത്തിരി വെജിറ്റബിൾസ് ആഡ് ചെയ്യുമല്ലേ? It is actually a Persian food. ഞാൻ നോർത്ത് ഇന്ത്യൻ അങ്ങനെ മാത്രം ഞാൻ പറയാം. നോക്കണം. അതെ, പക്ഷെ ഇത് നോർത്ത് ഇന്ത്യനും പേർഷ്യക്കാരും കൂടി വന്ന് കൊളാബറേറ്റ് ചെയ്ത് അവര് ചെയ്തെടുത്ത ഒരു അടിപൊളി പുലാവ്.
പുലാവാണ്. യാ, അങ്ങനത്തെ ഒരു നമുക്ക് സാധനം. ഇത് അമേരിക്കൻ വാറിന് മുമ്പോ അങ്ങനെ എന്തെങ്കിലും? അമേരിക്കൻ വാറിന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോഴേ ഞങ്ങളുടെ അരിയും കൂടി ഇടാൻ സമയം, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ അരിയും കൂടി ഇടാണ്. പ്ലീസ്, ഞങ്ങൾ ഈ അരി ഒന്ന് വറുത്തോട്ടെ. അല്ല, അരി ഒന്ന് ഇവൻ അരി വറക്കണ്ട നീ കേട്ടോ തൽക്കാലം. വെള്ളം ചൂടാക്കുന്നതിന് വെള്ളം അത് ചൂടാക്കുന്നത്. അറിയില്ലടാ, ഈ നമ്മള് ചോറ് ഇങ്ങനത്തെ ബിരിയാണി ഇതൊക്കെ വെക്കുമ്പോ നമ്മള് റൈസ് ഒരു ബൗളാണ് ഇട്ടെങ്കിൽ അതിന്റെ രണ്ട് ഇതിൽ തിളപ്പിച്ച് പറ്റിക്കരുത്. ആ കറക്റ്റ് വെള്ളം അതാണ് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കേണ്ടത്, തിളപ്പിച്ചിരിക്കണത്. ഇപ്പൊ ഇതിനകത്തേക്ക് ഇടുമ്പോ ഇത് ഇങ്ങനെ ഇത് പിന്നെ തിളയ്ക്കാൻ സമ്മതിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഇതിന്റെ അകത്തേക്ക് വിടണം. അങ്ങനെയാണ്. അനീഷൊക്കെ പലതും അറിയാനുണ്ട്. അയ്യോ പിന്നെ Yes. കണ്ടപ്പോ നല്ല രസമുണ്ട് കേട്ടോ. അല്ല, കണ്ടപ്പോഴല്ല, അതുപോലെ തന്നെ രസമായിരിക്കും കഴിക്കുമ്പോഴും. നല്ല ടേസ്റ്റ് നമുക്ക് നോക്കാം എന്തായാലും. ചേച്ചി കണ്ണാടി എന്ത് ചെയ്തു? നേരത്തെ ഒരു ഗോഗിൾസ് ഒക്കെ വെച്ച് ഞങ്ങളൊരു എൻട്രി തന്നെ ഒരു എൻട്രി ഞങ്ങൾ ഭയങ്കര ഇതൊരു പേർഷ്യൻ ഫുഡ് കൂടെ ആയതുകൊണ്ട് നമ്മളെ എൻട്രി അങ്ങനെ ആക്കി. ഇതിൽ വേറെ രസം കാണുന്നോ? അയ്യോ ഇതാണ് കറക്റ്റ്. ഇതാണ് correct. അതാ, ഇതാണ് original. സെറ്റപ്പാ, നോക്ക്. ചേച്ചി അതെടുത്തു, അല്ലെങ്കിൽ വെള്ളെഴുത്ത് കാണും. അയ്യോ രണ്ടിനും കൂടി ഉണ്ടിട്ടാ പവർ ഗ്ലാസ്. ഞാനിപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയില് എനിക്ക് ഇത് കണ്ണിന് ഇത് തുടങ്ങിയത് അതിനുള്ള പ്രായം ആയില്ലല്ലോ. തിമിരത്തിനായിട്ടില്ല കുറച്ച് ബ്ലേഡ് ആയി തുടങ്ങി. പക്ഷെ അവര് പറയണേ ചേച്ചി ഇത്ര വയസ്സിൽ ഇത്രയും കിട്ടിയെങ്കിൽ ചേച്ചിയുടെ കണ്ണ് നല്ല പവറാണ്. കാരണം എല്ലാവർക്കും 40-35-40 വയസ്സ് കഴിയുമ്പോ തന്നെ കണ്ണിന് ഇത് തുടങ്ങും. പക്ഷേ ചേച്ചിക്ക് 55 വയസ്സിൽ തുടങ്ങി. 50s കഴിഞ്ഞില്ലേ, ഞാൻ 50s കഴിഞ്ഞിരിക്കുന്ന ഞാനല്ലേ, അത്രയും കിട്ടി എനിക്ക്. അത് ഭയങ്കര പിന്നെ തീർച്ചയായും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും, എന്റെ അനിയത്തി അവളൊക്കെ എത്രയോ മുന്നേ ക്ലാസ് വെച്ചിട്ടാണ് ജോലി നോക്കുന്നത്. അല്ല, എനിക്കും പ്രശ്നമുണ്ട് കണ്ണിന്. അതാ പറഞ്ഞ എനിക്ക് പക്ഷെ ഇതില്ലായിരുന്നു. ദൈവാനുഗ്രഹം. ഓ, ഷോർട്ട് സൈറ്റ് കുഴപ്പമില്ല. അപ്പൊ ദേ ഞങ്ങളുടെ അരിയുടെ സമയമായി. ഞങ്ങളിതൊന്ന് എടുത്തോട്ടെ പ്ലീസ്. ഞങ്ങൾ ഒഴിക്കണോ? ഒഴിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറുതായിരുന്നു ഇളക്കി. അല്ല, ഒന്ന് ഇളക്കിയേക്ക്. അപ്സര അരി അപ്സര, നീ കൂടെ ഒന്ന് ഇളക്കിയേക്കടി. പ്ലീസ്. അപ്സര ഒരു ഞാൻ ഇളക്കി. ഇളക്കി അവർക്ക് ഫസ്റ്റ് ദൈവമേ, ഫസ്റ്റ് കിട്ടുന്നേ. പക്ഷെ ചിക്കൻ ഇട്ടാലേ ഫസ്റ്റ് ഇട്ടുള്ളൂ. എങ്ങനെയുണ്ട്? അത് പറഞ്ഞു വെക്കാല്ലേ, ചില ഫസ്റ്റ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ. കേസ് ഒരു കുഴപ്പമുണ്ടെങ്കിൽ എന്തായാലും ഇളക്കിയിട്ടുണ്ട്. ഭഗവാൻ ഇവർക്ക് എന്നെ ആയിരിക്കണേ ഫസ്റ്റ്. കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കിട്ടും നിങ്ങൾക്ക്. പോസിറ്റീവ് ഫീൽ ചെയ്യുന്നു. എന്താ പിന്നെ ഞങ്ങള് ഇനി അങ്ങട് ഓക്കെ. ആയിക്കോ. സത്യത്തിൽ ഈ നുണയും കൊതിയും വേണത് ഇവിടെയാണ് കറക്റ്റ് ആവുന്നത് അല്ലേ? അല്ലേ, അങ്ങനെ ടേം നോർമലി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നുണയും വേറെ കൊതിയും കാര്യം പറയാം. പറയട്ടെ, നുണയും കൊതിയില്ലാണ്ട് എന്ത് രസം? അതാ പറഞ്ഞത്. എന്തെങ്കിലും രസമുണ്ടോ നുണയും പക്ഷേ കൊതിയും? അത് സാധാരണ വർത്താനങ്ങൾക്കിടയിലാണ് നമ്മൾ ഇങ്ങനെ പറയാറുള്ളത്. പക്ഷെ നുണയും കൊതിയും ഇവിടെയാണ് കറക്റ്റ്. മുഖത്ത് നോക്കി നുണ പറയാ അല്ലേ? അരിഞ്ഞെടുക്കുക. അത് കുഴപ്പമില്ലല്ലോ. അനീഷേട്ടാ, നമ്മള് വെറുതെ ഒരു ന്യൂസ് കേൾക്കണേ നല്ലത് കുറച്ച് സ്പൈസി ആകുമ്പോൾ നമുക്ക് കാണാൻ കേൾക്കാനൊക്കെ ഒരു ആൾക്കാർക്കൊരു ഒരു ഇമ്പം വരുമല്ലോ. കാര്യം വാർത്ത അപ്പൊ ആൾക്കാർ ഞങ്ങളെ തിരക്കാർ ഇവരിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് ശരിയാ. നമ്മള് വെറുതെ അങ്ങനെ പറഞ്ഞില്ല, എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ? മതി. മതി. അപ്പൊ എന്നാ പിന്നെ എന്നാ പിന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അനീഷേട്ടാ, ഞങ്ങളിതൊന്ന് തീർത്തോട്ടെ പ്ലീസ്. നവീൻ, അല്ല, ഞാനിത് നടത്തിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ പുലാവിന്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടോ? എന്തായാലും അനീഷേട്ടൻ അപ്സര വന്ന് കൈ വെച്ചിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടടാ. രക്ഷപ്പെട്ട്. പ്രാവശ്യം ഞങ്ങള് first കാര്യം ഇവര് എവിടെ കൈ വെച്ചാലും സെറ്റാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ നാദിറയുടെ. അപ്പൊ ഞങ്ങള് നാരങ്ങ പിഴിഞ്ഞും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പൊ നമ്മള് നാരങ്ങയും കൂടി ഇതിനകത്ത് പിഴിഞ്ഞ് അതിന്റെ എല്ലാ ഫ്ലേവറും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ അകത്തൊന്ന് വെന്താൽ മാത്രം മതി. നമ്മൾ വെന്ത് വരുമ്പോ ഒരു ഇത്തിരി നെയ്യും കൂടി അങ്ങോട്ട് പുറത്തേക്ക് തൂവിയ നമ്മുടെ പുലാവ് സെറ്റായി. ഇത്രയല്ലേ ഒന്നും നോക്കി ഇത് പെട്ടെന്ന് കഴിഞ്ഞല്ലേ? ഓക്കെ, ഞാനീ പറഞ്ഞു വന്നപ്പോ വിചാരിച്ചു ഒരുപാട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോഴേക്കും സാലഡ് ഇത് കുറച്ചെടുക്കാം. നമുക്ക് സാലഡ് റെഡിയാക്കാം. ഓക്കെ, ഗൈസ്, നമ്മുടെ പുലാവ് റെഡി ആയിട്ടോ. വാവ്, പുലാവിൻ്റെ സെക്ഷൻ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരിത്തിരി നെയ്യ് നമ്മൾ പുറത്തേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇടും. ഓക്കെ, അതിന്റെ ഫ്ലേവർ അതെ അതെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പുലാവ് റെഡി ആയി. വെജിറ്റബിൾ പുലാവ് റെഡി ആയി കഴിഞ്ഞു. അതിനൊപ്പം തന്നെ പിക്കിള്, സാലഡ്. അപ്പോൾ ഞങ്ങളുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയി കഴിഞ്ഞു വിത്ത് സാലഡ് ആൻഡ് പിക്കിൾ. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, പപ്പടം. അത് ഞങ്ങൾ ആ സമയം ആ ടൈം ആകുമ്പോ വെക്കാം. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewelers and
പങ്കജ കസ്തൂരി ഓർത്തോ ഹെർ. അടുത്ത ബീന ചേച്ചിയും നവീനുമാണ്. പ്ലീസ്. എനിവേ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൂട്ടുകാരെ വിളിക്കാം. ആദ്യം നമുക്ക് യമുന ആൻഡ് ദീപൻ. വാ അങ്ങോട്ട്. വാ ചേച്ചി, വാ. ഫുഡ് കഴിക്കാൻ വിളിക്കും ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഓടി. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് ആൻഡ് ഫീൽ വളരെ പ്രസന്റബിൾ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി ഉപ്പ് സോൾട്ട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറവ് അത് മേ ബി പേഴ്സണലി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ടേസ്റ്റ് വൈസ് ഇസ് ഗുഡ്. ചില വെജിറ്റേറിയൻ ഹോട്ടലിൽ ഈ ഒരു കളറിലാണ് കിട്ടുന്നത്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഒരു കളറിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് രണ്ട് കാര്യങ്ങൾ, റൈസും ഒരു ഇച്ചിരി വേവ് കുറവാണോ? കൂടുതലായിട്ട് തോന്നുന്നു. കൂടുതലാണോ? കുറവാണെന്ന് വിചാരിച്ചിരിക്കുന്നു. യമുന, ലേശം പൊടിക്ക് പുലാവിന് എരിവ് കൂടിയിട്ടുണ്ട്. നമ്മൾ പുലാവ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ എരിവ്, പുലാവിന് സാധാരണ അത്ര ഓവർ പവർ ചെയ്യത്തില്ല. എനിക്കറിയില്ല, അങ്ങനെ അല്ലാതെ നമുക്ക് വെക്കാം ഇത്തിരി ഒരു പുലാവ്. പക്ഷെ നമ്മൾ റൈറ്റായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കറക്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. കറക്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ. താങ്ക് യു ചേച്ചി. താങ്ക് യു ദീപൻ. നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്തതാണെങ്കിൽ നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വിഷ്ണുവിനെ നാദനെ വിളിച്ചാലോ? വിളിക്കാം. യെസ്, വിഷ്ണു, നാദര, ഓടി വരൂ, ഓടി വാ. വന്ന് കഴിക്കൂ. പൊളിച്ചോ? ഇതെന്താ അവിടെ പിരമിഡാക്കി വെച്ചിട്ടിരിക്കാണല്ലോ. എനിക്ക് തോന്നുന്നു ഇരുന്ന് ട്രൈ ആയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുമ്പോഴേക്കും ഞാൻ കുത്തി നിറച്ചതാ. എന്തിനറിയോ? പൊട്ടാതിരിക്കാൻ. അമർത്തി. അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നത്. വിഷ്ണു പുലാവിന്റെ ആക്ച്വലി ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ നോക്കിയപ്പോഴത്തേക്കും ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഈ ഒരു സംഭവമാണ്. കളറൊക്കെ ഏകദേശം ദീപൻ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനത്തെ കളറിലുള്ള പുലാവും കിട്ടുന്നു. അപ്പൊ പുതിയ അറിവായി. പിന്നെ സ്പൈസിയുടെ കാര്യം, സ്പൈസ് കൂടുതലാണ്. സ്പൈസി ആണോ എന്നുള്ളത്. പുലാവിന് നോർമലി ഇച്ചിരി സ്പൈസ് കുറവാണ്. പുലാവ് ഓവർ പവർ ചെയ്യരുത്. നമ്മൾ ബിരിയാണിക്കാണ് ഒരുപാട് സ്പൈസ് ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ബഡ്സ് ആണ്. ശരി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. all the best. Yes. Okay. Thank you. Chris and Divya. ദിവ്യ ചേച്ചി വെജിറ്റേറിയൻ അല്ലേ? അല്ല.
ഒരു പൊടിക്ക് ഉപ്പ് വേണമായിരുന്നു. ഇനി വേണം. ഒരു പൊടിക്ക് അപ്പൊ ഉപ്പ് കുറവാണ്. ഉപ്പ് കുറവായിരുന്നു. എരിവോ? പിന്നെ വേവിന്റെ കാര്യം എനിക്ക് അങ്ങനെ നന്നായി മീൻസ് ഒരുപാട് വെന്ത് പോയിട്ടൊന്നുമില്ല. എന്നാ ഒരു പൊടിക്കും കൂടി ആവായിരുന്നോന്ന് എനിക്കൊരു ഡൗട്ട്. നിനക്ക് ആവായിരുന്നു. യമന പറഞ്ഞത് വെന്ത് പോയി. പക്ഷെ അല്ല, ഇത് വെച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അല്ല അത് എനിക്കത് പിന്നെ ആലോചിച്ചപ്പോ വേവ് കൂടുതലല്ല, അത് ഇച്ചിരി ഒരു കുറച്ചും കൂടി ഒരു ഇത് വരാൻ. അല്ല പക്ഷെ യമന പറഞ്ഞ വെന്ത് പോയി. അല്ല ഞാൻ അത് ദീപനാ നീയോ? ദീപനാ പറഞ്ഞത്. ഓക്കെ. നല്ലതാ. മോർ ഓൺ ദി സ്പൈസി സൈഡ്. ബിരിയാണിയുടെ ആ സ്പൈസിലേക്ക് പോയി തുടങ്ങി. ഓക്കെ ഓക്കെ. അത് പറഞ്ഞ പോലെ ഓരോരാളുടെ ടേസ്റ്റ് ഒരുള്ളവർക്ക് അത് ഓക്കെ. അതാണ് ഞാനും പറഞ്ഞത്. നല്ല നല്ല. Thank you. Please. Thank you, Naveen. Thank you, Minesh. Please. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളുടെ സ്വന്തം അടുക്കളയിലേക്ക് സ്വാഗതം. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുക്കിംഗ് നടക്കുകയാണ്. പുലാവ് റൗണ്ട്. അതെ, അപ്പോൾ വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾ പുലാവിൽ നമുക്കൊരു വെറൈറ്റി കൊണ്ടുവരാം എന്നുള്ളത് യാഖ്നി പുലാവാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. യാഖ്നി പുലാവ് ഇത് ശരിക്കും ഒരു പേർഷ്യൻ ഡിഷാണ്. പിലാഫ് എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ഡിഷാണ്. ഈ പിലാഫിനെ യാഖ്നി പുലാവ് എന്ന് പറയുമ്പം സാധാരണ നോൺ വെജിൽ എല്ലിനകത്ത് കാണുന്ന മജ്ജ അത് വെള്ളത്തിലിട്ട് തിളക്കിയിട്ട് ബ്രോത്ത് ഉണ്ടാവും. അതിൽ അരിനെ സോക്ക് ചെയ്ത് ടേസ്റ്റ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനെ വെജിറ്റബിൾ ആക്കുമ്പോൾ വെജിറ്റബിൾ സ്റ്റോക്കിൽ ഉണ്ടാക്കണം. അതാണ് യാഖ്നി പുലാവ്. പിന്നെ നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ യൂട്യൂബിലും വിക്കിപീഡിയയിലും ഒക്കെ കുറേ കിട്ടും. പക്ഷേ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ രീതിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ഈ എങ്ങനെയാണ് നമ്മൾ ബ്രോത്ത് റെഡിയാക്കുക, എത്ര വേണം, എങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളതിൽ മാത്രമാണ് ഡിഫറൻസ്. അതുകൊണ്ട് അപ്പോൾ യാഖ്നി പുലാവ് ഞങ്ങൾ കണ്ടുപിടിച്ചതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ യാഖ്നി പുലാവ് ഞങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത് വേറൊരു സ്റ്റൈലിലാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം, അതായത് കാഷ്യൂ നട്ട്സും റേസിൻസും എല്ലാം നമ്മളൊന്ന് ലോ ഹീറ്റിൽ നെയ്യിൽ വറുത്ത് മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിയും നമ്മൾ വറുത്ത് മാറ്റി വെക്കും. അതിൻ്റെ കൂടെ നമ്മൾ ബാസ്മതി ലോങ് ഗ്രെയിൻ റൈസ്, പുലാവിന് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലോങ് ഗ്രെയിൻ റൈസാണ്. അപ്പോൾ ബാസ്മതി ലോങ് ഗ്രെയിൻ റൈസ് എടുത്തിട്ട് അതിന് നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ബ്രോത്തിലാണ്. എങ്ങനെ വെജിറ്റബിൾ ബ്രോത്ത് ഉണ്ടാക്കാം? നമുക്ക് യൂഷ്വലി വെജിറ്റബിൾ ക്യൂബ്സ് കിട്ടും. അപ്പോൾ ഈ ക്യൂബിനെ നമ്മൾ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ബ്രോത്തായി മാറും. ആ ബ്രോത്തിൽ നമ്മൾ കുതിരാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുതിർന്നു കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതിലും ബ്രോത്ത് യൂസ് ചെയ്യും. സോ 2 തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് അതിനെ നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ കാര്യമായ പരിപാടിയിലായതുകൊണ്ട് തകൃതിയിൽ ഇവിടെ അരിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീൻസ് അരിയാൻ എന്തുമാത്രം റിസ്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സൈസ് മതിയാ? മതി. കാഷ്യൂനട്ട് പോലും ഫ്രൈ ചെയ്യുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് കരിഞ്ഞാലാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് അത് ജസ്റ്റ് ഗോൾഡൻ ബ്രൗണേ ആവാവും. അപ്പോൾ നമുക്ക് രണ്ടും അതിനിടയ്ക്കുള്ളൊരു ലെവലിലേക്ക് നമ്മളത് മാറ്റി വെക്കുകയാണ്. നമ്മൾ വാചകം കുറച്ച് പാചകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതാ പ്രശ്നം. പാചകം വേണം കൂടുതൽ. വാജിക്കൂ. സാധാരണ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണം എന്ന് പറയും. അവസാനം ചെയ്യേണ്ട കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. കാരണം സവാള വറുത്ത് ഡ്രസ് ചെയ്യാൻ വേണ്ടി അവസാനം ഇടുന്നതാണ് ഇപ്പോൾ ആദ്യം ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ബ്രൗണാക്കി നമ്മൾ വറുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്.
നല്ല രസകരമായിട്ട് ഇതാ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വരുന്നുണ്ട്. സ്പ്രിംഗ് അണിയൻസ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് ഏറ്റവും ലാസ്റ്റ് മതി. അപ്പോൾ നമ്മൾ എണ്ണയിൽ കട മസാല അതിനെ ഒന്ന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതിനാദ്യം ഒന്നാക്കിയെടുക്കുന്നു. അതിനാവും ഇവിടെ അണിയൻ ഫ്രൈ ആയി വരുന്നു. നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ അതിനെ മിക്സ് ചെയ്യാണ്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കത് കുക്ക് ചെയ്യാം. നമ്മളിതിൽ ഉപ്പ് ഇടുന്നത് വളരെ കെയർഫുള്ളായിട്ട് വേണം, കാരണം ഉള്ള സ്റ്റോക്ക് ക്യൂബിനകത്ത് തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ ഫ്രഞ്ചിൽ പറഞ്ഞാൽ ബൂയോ അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രോത്ത്. ഇത് നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ നോൺ വെജ് ബ്രോത്ത് ആവും, അപ്പോൾ നോൺ വെജ് പുലാവ് ആവും. അല്ല ഇപ്പോൾ വെജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെജ് സ്റ്റോക്ക് ക്യൂബ്സ് കിട്ടും, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓരോ സ്റ്റോക്ക് ക്യൂബിലും ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ പച്ചമണം ഒന്ന് മാറി വരുന്നു. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം. വെജിറ്റബിൾസ് സോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീൻ പീസും അത് സോക്ക് ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ കുതിർത്ത് അതിനൊന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്തു. വെജിറ്റബിൾസ് നമ്മൾ ക്യാരറ്റ്, പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ബീൻസ് ഇത്രയും ഇട്ടു. അതിന് നമ്മൾ ആദ്യം മസാലയും സവാളയും ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് ആ പച്ചമണം മാറുന്നവരൊന്ന് കുക്ക് ചെയ്തു. ഇതൊന്ന് ഹാഫ് കുക്ക്ഡായി വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്യും. യാഖ്നി പുലാവിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇത് കുക്ക് ചെയ്യുന്ന ബ്രോത്തിനകത്ത് തൈരുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തൈരിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ലൈറ്റ് പുളിയായിരിക്കുമോ? അതെ. അപ്പോൾ റൈസ് വരുമ്പം ആ പുളി മാറും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാകുന്നവരെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ റൈത്ത റെഡി ആവുന്നുണ്ട്. കുക്കുംബർ റൈത്ത, കച്ചുംബർ, കുക്കുംബർ റൈത്ത, അങ്ങനെ പല രീതിയിൽ നമുക്ക് റൈത്ത ഉണ്ടാക്കാം. തൈരും കുക്കുംബറും അല്ലെങ്കിൽ തൈരും കുക്കുംബറും സവാളയും അല്ലെങ്കിൽ തൈരും കുക്കുംബറും സവാളയും ക്യാപ്സിക്കവും. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ, നമുക്ക് യാഖ്നി പുലാവിൻ്റെ കൂടെ കഴിക്കാൻ റൈത്തയാണ് ഏറ്റവും ബെസ്റ്റ്. ചില ആൾക്കാർ പ്ലെയിൻ യോഗേർട്ടോടുകൂടി കഴിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ മതി. പിന്നെ സൂപ്പർ. ഇപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു മിൽക്കിനെസ് അല്ലെങ്കിൽ ഒരു ചീസിൻ്റെയോ പാസ്റ്റയുടെയോ ഒക്കെ സ്മെല്ല് നമുക്ക് കിട്ടും. കാരണം യോഗേർട്ട് കുക്കായി വരുമ്പോൾ ആ ചീസിനെസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ആ ഒരു ചെറിയൊരു മെഴുക്ക് നമുക്ക് കുക്കിങ്ങിലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് യാഖ്നി പുലാവിൽ അത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തൈരിൻ്റെ ആ പച്ചമണം മാറി ഇപ്പോൾ കുക്കായിട്ടുള്ള മസാലയുടെ സ്മെല്ലാണ് വരിക. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ മണം തൈരിൻ്റെ മണം മാറിയാൽ ഓക്കെ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് അതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രോത്തിൻ്റെ മെഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അരി ഇടുന്നു. ഇതെന്താ കപ്പിൽ അളക്കാനാണോ? ഉപ്പ് വെക്കണ്ടേ? അപ്പോൾ ബ്രോത്ത് കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈനലി നമുക്ക് ചോറ് കുക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബ്രോത്തും കൂടെ മാറ്റി വെക്കണം.
അപ്പോൾ ഇതൊന്ന് വെള്ളം തിളച്ചു. ഇനി അരി കുക്ക് ചെയ്യാനുള്ള അടുത്തൊരു 15 മിനിറ്റ് അതെടുക്കും. യൂഷ്വലി ബാസ്മതി റൈസ് 12 തൊട്ട് 15 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം. അപ്പോൾ ആ ഒരു ടൈം ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. കാരണം അത് കഴിഞ്ഞാൽ ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, പശ പോലെ ഒട്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചോപ്സ്റ്റിക്സ് മാറ്റി വെച്ചിട്ടുള്ളത്. ചോപ്സ്റ്റിക്സ് ഇത് ഫ്ലഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരി ഉടഞ്ഞു പോകില്ല. അപ്പോൾ ചോപ്സ്റ്റിക്സ് എപ്പോഴും വീട്ടിൽ കരുതുക. ചൈനീസ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പുലാവിനെ ഫ്ലഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും കാട്ടരുവി പറയാമോ എന്നാണ് സംഗമം എന്നാണ് സംഗമം കുട്ടട കുട്ട. അല്ല, അത് കുട്ടനെ വിളിച്ചതാ. എന്തായി? ഓക്കെ, ഇന്ന് യാഖ്നി പുലാവ്. യാഖിനി പുലാവ് സാധാരണ നമ്മൾ എല്ലിന്റെ അകത്തുള്ള മജ്ജ അത് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രോത്ത് ഉണ്ടാവും. അതില് അരീനെ കുതിർത്ത് അതിൽ വേവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ശരിക്കും യാഖ്നി പുലാവ്. അപ്പൊ യാഖ്നി പുലാവിന്റെ ഒരു വെജിറ്റേറിയൻ വേർഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്ക് ആവും. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ യാഖ്നി പുലാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ ബീഫ് ആണെങ്കിലോ ആ ബോണിനകത്ത് മജ്ജയോട് കൂടി വെള്ളത്തിലിട്ട് സൂപ്പ് പോലെ കുക്ക് ചെയ്യാം, എല്ലാ സ്പൈസസോടും കൂടി. അപ്പൊ ശരിക്കും ഒരു സൂപ്പ് ഉണ്ടാവും, വളരെ ലൈറ്റ് ആയിട്ടുള്ള സൂപ്പ്. ആ സൂപ്പിൽ ബാസ്മതി അരി ഇങ്ങനെ കുളിച്ച് നീന്തി ഇങ്ങനെ എന്നിട്ട് അതിന്റെ കൂടെ നല്ല വറുത്ത അണ്ടിപ്പരിപ്പും സവാളയും. അപ്പൊ ഇങ്ങനെ നാണിച്ച് അവരൊക്കെ ഇങ്ങനെ വാടി കിടക്കും. അപ്പൊ അതിലിങ്ങനെ ഒരു സൺബാത്തെല്ലാം കഴിഞ്ഞിങ്ങനെ കിടക്കുന്ന ബാസ്മതി അരി. ഈ ഫുഡ് ഫെറ്റിഷ് എന്ന് പറഞ്ഞിട്ട് ഈ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞ് കൊതിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നണം. അതാണ് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, നല്ല തൈരുടെ നല്ല എരിവുള്ളൊരു മുളകും കൂടെ അതും കൂടെ പറഞ്ഞു. നല്ല മഴ, ഇരുണ്ട മേഘം, ചൂട് പൊടിയരിക്കഞ്ഞി, നല്ല കുതിർന്ന ഉപ്പിലിട്ട നെല്ലിക്ക, കടുമാങ്ങാന്റെ ഒരു കടി, ചുട്ട പപ്പടം, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, അതിന്റെ കൂടെ ഒരു പൊരിച്ച മീൻ, ഒരു കർച്ചീഫ് എടുത്ത് ഇവിടെ ഉഷാറാവട്ടെ. പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടുവരും. കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പാടണം. വെള്ളിച്ചില്ലും വിതറി പൊരിതുരചിതറും കാട്ടരുവി പറയാമോ എന്നാണ് സംഗമം എന്നാണ് സംഗമം. അവിടെയാണ് സംഗമം. അത് തന്നെ. അപ്പൊ എത്തുന്നതായിരിക്കും അവിടെ. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു. അപ്പോൾ നമ്മൾ റായത്ത ഉണ്ടാക്കുകയാണ്. റായത്തയിൽ കുക്കുംബറും അനിയനും ക്യാപ്സിക്കവും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ റായത്തക്കുള്ള തൈരും കൂടെ ആഡ് ചെയ്യും. പച്ചമുളക് കഴിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സബ്ജിക്കിൻ്റെ അതേ ഫ്ലേവർ വരും. കാരണം കുക്കുംബറും തൈരും ഉള്ളത് കാരണം. ഇത് പല ടൈപ്പിൽ ഉണ്ടാക്കുമല്ലോ നമ്മള്. ബൂന്തി റായത്ത ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുക്കുംബർ മാത്രം ഉണ്ടാക്കാം, ടൊമാറ്റോ ഇട്ടിട്ട് ഉണ്ടാക്കാം, ക്യാരറ്റ് വെച്ച് ക്യാരറ്റ്, സവാള, തക്കാളി ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ തക്കാളി ഉള്ളി മാത്രം വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ റായത്ത നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ യാഖ്നി പുലാവിന് റായത്ത സൈഡിൽ വേണം. അപ്പോൾ അത് ഇത്രയും ഫ്ലഫി റൈസ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തൈരും അതിൽ കുറച്ച് എരിവും കുറച്ചൊരു ആസിഡും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഗംഭീരമാവും. അങ്ങനെ യാഖ്നി പുലാവ് ഒരു 12 മിനിറ്റോളം കുക്കായി. ആ റൈസ് പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ചോപ്സ്റ്റിക് ഇട്ട് ഫ്ലഫ് ചെയ്യാം. ചോപ്സ്റ്റിക് ഇട്ട് ഫ്ലഫ് ചെയ്യുമ്പം യൂഷ്വലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനിൽ ഫ്ലഫ് ചെയ്യാം. ഫോർക്കിലാണെങ്കിൽ അരി ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിനൊന്ന് ഉലർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലഫ് ചെയ്ത് കഴിഞ്ഞു. ഫ്ലഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലേവറിന്
നമുക്ക് ഗ്രീൻ അണിയൻ അല്ലെങ്കിൽ സ്കാലിയൻ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതിൻ്റെ കൂടെ സവാള വറുത്ത് വെച്ചത് കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ആൻഡ് കാഷ്യൂ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ കിസ്മിസ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ഇതായി. ഇനിയിപ്പോൾ പ്ലേറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പോൾ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും സവാളയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സ്കാലിയനും മാറ്റി വെച്ചിട്ടുണ്ട്. റായ്ത്ത റെഡിയാണ്. സോ വി ആർ റെഡി ടു ഗോ. അതിൽ നമുക്ക് ഫ്ലേവറിന് ഏറ്റവും നല്ലത്, അതായത് ഡൈജഷന് നമ്മൾ ഈ കാണുന്നത് അനാർദാന എന്ന് പറയുന്നത് നമ്മൾ മാതളത്തിൻ്റെ ആ ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തുള്ള കുരു വയറ്റുവേദന പോകാനുള്ളതാണ്. ഇടാം. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിടി നമുക്ക് മേളിലേക്ക് ഇടാൻ പറ്റും. അത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഫ്രൂട്ടാണ്. എല്ലാമായി. ഇനി അടച്ചു വെച്ച് അതിൻ്റെ ചൂടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വെക്കാം. സോ അതാണ് യാഖ്നി പുലാവ്. യാഖ്നി പുലാവ് റെഡി. ഇനി പ്ലേറ്റിങ്ങിന് സമയമായി. ഞാൻ ഉണ്ടാക്കിയ പോലെ പിന്നല്ലാതെ എനിക്കിതൊന്നും അറിയില്ല. അപ്പൊ റെഡി. തിന്നാൻ അറിയാം, നല്ലോണം തിന്നാൻ അറിയാം. ഞാൻ അല്ലെങ്കിൽ തന്നെ ഫുഡ് ചെയ്യുന്നതിലൊരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇതാ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പുലാവ്. ആണോ? ഇതെങ്ങനെ ഉണ്ടാക്കിയത്? അത് ആദ്യം കുറച്ച് അരിയെല്ലാം കഴുകിയിട്ട് വെക്കുക. അപ്പം അടിപൊളി, നല്ല അടിപൊളിയല്ല, നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റ്. അത് വെറൈറ്റി ടേസ്റ്റ്. പക്ഷേ ഇത് കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് എനിക്ക് ഫീലായി. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. Okay, അപ്പോൾ നമുക്ക് ഇനി ആരെ വിളിക്കാം? ഇനി നമുക്ക് ക്രിസ് ആൻഡ് ദിവ്യയെ വിളിച്ചാലോ? പ്ലീസ്. ഓക്കെ. യാഖ്നി പുലാവ്. യാഖ്നി പുലാവ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു റൂട്ട് വരുന്നത്, ശരിക്കും പുലാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫ്ലേവറുള്ള ബ്രോത്തിൽ, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സൂപ്പിൽ കുക്കായ റൈസ് എന്നർത്ഥം. പിലാഫ് എന്ന് പറയുന്ന ഇറാനിയൻ ഡിഷാണ്. അപ്പോൾ അത് ഇപ്പോൾ നേരത്തെ ജീര, അപ്പോൾ ജീരയുടെ ആ ഫ്ലേവറുള്ള വെള്ളത്തിൽ അരി കുക്കായാൽ അരിയിൽ ആ ഫ്ലേവർ വരണം. ഇപ്പോൾ അത് തന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പീസ് പുലാവ് ആവും. അപ്പോൾ യാഖ്നി പുലാവ് എന്ന് പറയുന്നത് ഒറിജിനൽ നോൺ വെജിറ്റേറിയൻ ആണ്. അത് ബോണിനകത്തുള്ള മജ്ജ, അപ്പോൾ ബോൺ അങ്ങനെ തന്നെ ഇട്ടിട്ട്, മീറ്റിൻ്റെ ബോൺ ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രോത്തിൽ കുക്കാവുന്ന റൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഈ അരിയും യൂഷ്വലി ലോങ് ഗ്രെയിൻഡ് റൈസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇതിന്. ഈ ബാസ്മതി റൈസ് ഏജ്ഡ് ആയിട്ട്, കാരണം ഈ അരി ബാസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ 10-12 വർഷം മുന്നേ ഉണ്ടായതാണ് ബാസ്മതി റൈസ് ആയിട്ട്. അത് സ്റ്റോർ ചെയ്ത് ഏജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഈ വെള്ളം ഇങ്ങനെ ബ്രോത്ത് വലിച്ചെടുക്കുമ്പം അത് ഫ്ലേവേർഡ് ആയിട്ട് വരും. ശരിക്കും അതാണ് പുലാവിൻ്റെ ഇത്. യാഖ്നി പുലാവ് വെജിറ്റേറിയൻ ആയി കഴിയുമ്പം അത് വെജ് ബ്രോത്തിലാക്കിയിട്ട്, ഇപ്പോൾ ഇതിന് നമ്മൾ ബൂക്കെ ഗാർണി എന്ന് പറയും. അതായത് ഈ എല്ലാം മസാലയെല്ലാം കൂടെ തുണിയിൽ കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങൾ യൂസ് ചെയ്ത് സ്റ്റോക്ക് ക്യൂബ് വെച്ചിട്ടാണ് ചെയ്തത്. രണ്ടും ചെയ്യാം. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് സ്റ്റോക്ക് എടുത്തത്? അല്ല, ഇത് വെജ് സ്റ്റോക്ക് വേറെ യൂസ് ചെയ്തിട്ട് വെജിറ്റബിൾസ് പിന്നെയും കുക്ക് ചെയ്യാം. അപ്പോൾ അതും വെജിറ്റബിൾ സ്റ്റോക്കിൽ തന്നെ കുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിനും റൈസിനും ടേസ്റ്റ് വേറെ വരും. ഇപ്പോൾ യൂഷ്വലി ആൾക്കാർ ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ തട്ടിപ്പ് കാണിക്കണം എന്താണെന്ന് പറഞ്ഞാൽ അരി അങ്ങ് ഉണ്ടാക്കും, രണ്ടായിട്ട് ചെയ്യും. അല്ല, അരി അങ്ങ് ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചുമ്മാ കുറച്ച് മസാല ഇട്ട് വഴറ്റിയിട്ട് ചോറിട്ട് ചെയ്യുന്നത്, അതിന് ഫ്രൈഡ് റൈസ് എന്നാണ് പറയുന്നത്. അതൊരിക്കലും പുലാവ് ആവില്ല. പുലാവ് ആവണമെന്നുണ്ടെങ്കിൽ ആ ബ്രോത്തിൽ കുക്ക് ചെയ്യണം. അത് സ്ലോ മീഡിയം കുക്കിംഗ്, 15 to 20 മിനിറ്റ്. യൂഷ്വലി ഒരു ബാസ്മതി റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് 12 മിനിറ്റ് എടുക്കും വേവാൻ. അപ്പോൾ ആ 12 മിനിറ്റും ലോ ഫ്ലെയിമിൽ കുക്കായി കഴിഞ്ഞാൽ മാത്രമേ ആ ഫ്ലേവർ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ യാഖ്നി പുലാവ് വെജിറ്റേറിയൻ വേർഷൻ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് അനിയനും കാഷ്യൂ നട്ട്സും റൈസിൻസും, അതിൻ്റെ കൂടെ അനാർദാന കഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുലാവിൽ യൂസ് ചെയ്തിട്ടുള്ള ഗീ അത് ദഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് വേണം. ഈ അനാർദാന എന്ന് പറയുന്നത് ഡൈജസ്റ്റീവാണ്.
നമ്മുടെ കുക്കിംഗ് എല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കൂടെ റൈത്തയും കൂടെ കഴിക്കുമ്പോൾ ആ ഫ്ലേവറും ആ ചീസിനെസ്സും അതിൻ്റെ കൂടെ ദഹിക്കാനുള്ളത്. ശരി, യാഖ്നി പുലാവ് വിത്ത് റൈത്ത. ഓക്കെ, കഴിച്ചു നോക്കണ്ടേ നമുക്ക്? തീർച്ചയായും. ബാ. ചെല്ലു മക്കളെ. നാദരയും വിഷ്ണുവും അതെ, വന്നിരിക്കുകയാണ് യാഖ്നി പുലാവ് കഴിക്കാനായിട്ട്. എടുത്തു തരുന്നോ? ഇല്ല, എടുത്തോളൂ. നോ പ്രോബ്ലം. അല്ല ഇനിയിപ്പോ ഇത് മിക്സ് ഇല്ല കഴിച്ചോ. ജസ്റ്റ് മിക്സ് ചെയ്തു. ധ്യാനിക്കുക. അഭിനയ സിംഹമേ, സിംഗമേ. വിഷ്ണു ജോഷി അഭിനയിച്ചു. അത് ക്യാരറ്റ് എല്ലാം കൂടി കഴിക്കും. എന്താണ് പറയാനുള്ളത്? ടേസ്റ്റ് ഉണ്ട്. ഞാൻ പുലാവ് കഴിച്ചിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് മാത്രം നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ടെക്സ്ചറോ ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് രുചിയുണ്ടെന്നല്ല. ടേസ്റ്റ് ഉണ്ട്. പിന്നെ മധുരം, സ്വീറ്റ് ഇല്ല മുകളിലിട്ടേക്കുന്ന സ്വീറ്റ് അല്ല, അത് അനിയന്റെ ടേസ്റ്റ് ആണ്. ആണല്ലേ? അതായത് സവാള വഴറ്റി കഴിയുമ്പോൾ മധുരം വരും, ആസിഡ് ആണ്. ആ സ്വീറ്റ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് റായ്ത്ത മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ആ ഓക്കെ ഓക്കെ, എന്നാ പിന്നെ മാർക്കറ്റ് ഇട്ടോളൂ, അങ്ങ് ഇട്ടോളൂ. ഇതിടോ, പോമഗ്രാനൈറ്റ് ഇടോ. ഓക്കെ, ഒന്ന് നിർത്തിക്കൊണ്ട് പൊക്കോട്ടെ. ഷൈൻ ചെയ്യ്, ഷൈൻ ഓക്കെ. അപ്പൊ നമുക്കിനി യമുന ചേച്ചിയെ ദീപൻ ചേട്ടനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പ്ലീസ്. ഞാൻ ചോദിക്കുന്നത് ഇത് ഈ പോംഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണോ അത്? പോമഗ്രാനൈറ്റ് നമ്മൾ ഏതൊരു പുലാവിന്റെ മേളിലും പോമഗ്രാനൈറ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ആയിട്ടാണ്. അത് ബട്ടർ അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് അനാർദാന യൂസ് ചെയ്യും. അത് ഡ്രൈഡും യൂസ് ചെയ്യാം, ഫ്രഷും യൂസ് ചെയ്യാം. ദീപൻ ചേട്ടൻ ദീപനോട് കൊടുക്കണേ. പാവ, അത് ഇവന് കൊടുക്കടി. കൊടുക്കുന്നു പോലുമില്ല, തിരിഞ്ഞിരുന്ന ഒറ്റയ്ക്ക് കഴിക്കും. അല്ല, ഞാൻ സ്പൂൺ നീ എടുത്തെന്ന് വിചാരിച്ചു. മാർക്കിടാവുന്ന മാത്രം. ഇതെടുത്തു, ഞാൻ നിന്നെ കൂടെ അതിലെടുത്ത. ഓക്കെയാണ്. ഈ മധുരത്തിന്റെ അത് എനിക്കറിയില്ല. ഈ പറഞ്ഞ കണക്ക് ഈ പുലാവ് ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് യാഖ്നി എനിക്കറിയില്ല. പുലാവ് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ മധുരമുണ്ട്. ഏത് സ്ഥലത്തെ പുലാവ് എന്ന് പറഞ്ഞാൽ? ശ്രീലങ്ക. യാഖ്നി അല്ലല്ല, മുഗ്ലായി ആണ്. പാകിസ്ഥാൻ ആൻഡ് ഹൈദരാബാദ് ഏരിയയിൽ. ഐ മീൻ ഹൈദരാബാദിലും ഉണ്ടാവും, പാകിസ്ഥാനിലും ഉണ്ടാവും. കാരണം ഇതൊരു മുഗ്ലായി ഡിഷ് ആയത് കാരണം അത് ബാക്കിയുള്ളത് ഇപ്പോൾ ഹൈദരാബാദിലും ഇത് വെജിറ്റബിൾ സ്റ്റോക്ക്. വെജിറ്റബിൾ സ്റ്റോക്കിൽ റൈസ് കുക്കാവും. ദീപൻ നൈസ്. ലുക്ക് ആൻഡ് ഫീൽ നന്നായിട്ടുണ്ട്. വളരെ റിച്ച് ലുക്ക് കാണാൻ. ഇത് റൈത്ത്. ദീപൻ ചേട്ടൻ പറയും, കംപ്ലീറ്റ് ചെയ്തോ. റൈസ് ഇത്തിരി ഒന്ന് ഓവർ കുക്കായ പോലെ തോന്നി. അല്ല, അത്രയും ഫ്ലഫ് ചെയ്യുന്നത് ലാസ്റ്റ് ഫ്ലഫ് ചെയ്യുമ്പോൾ അത്രയും വരുന്നത്. പിന്നെ കുറേ നേരം ചൂടിലിരിക്കുമ്പോൾ ആ ഓവർ ഇതാവുന്നതാണ്. ഓക്കെ, ഗുഡ്. അപ്പോ ഇനി പ്ലീസ് ബീന, ആന്റണി ആൻഡ് നവീൻ. Come on. പ്ലേറ്റ് എടുത്തോ, പ്ലേറ്റ് എടുത്തോ, പ്ലേറ്റ് എടുത്തോ. ഫുഡ് വേറെ ഉണ്ട്, നമുക്ക് കഴിക്കാൻ മെയിൻ കോഴ്സ് വേറെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും കഴിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളല്ലേ ലാസ്റ്റ്? അല്ല, അനീഷ് അത് ഞങ്ങൾ നോക്കും. നോക്കുന്നില്ലല്ലേ? അല്ല, ഞങ്ങളല്ലേ നോക്കും. അത് ശരി, ഞങ്ങളല്ലേ ജഡ്ജ് ചെയ്യണത്. താറാവിന്റെ ചിറകെടുക്കും. ഓ, എടുത്തു. പാവം. ഓ, നശിപ്പിച്ചതിനെ. ദൂരം കഴിക്കണോ നവീൻ ചേട്ടന്? എടുത്തോളൂ. പിന്നല്ലാണ്ട്. കഴിച്ചു. Yeah, please. നമ്മളൊന്നും കഴിക്കാത്തോണ്ട് നമ്മളിത് പുതിയൊരു ടേസ്റ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇല്ല, നമുക്ക് അറിയാത്ത എനിക്ക് കഴിച്ചപ്പോഴും
ഞാൻ പറഞ്ഞില്ല പുലാവ് ഞാൻ കഴിച്ചില്ല, പക്ഷെ ഞാനും. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് എനിക്ക് ഫീൽ ആയി. ഓക്കെ അതൊക്കെ ഞങ്ങൾ നൈസ് ആയിരുന്നു, ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് എല്ലാം കൊള്ളാം, ഗാർണിഷിംഗും ഒക്കെ നന്നായിരുന്നു. റെസ്റ്റ് എടുത്തോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇരിക്കാം. പോയി റെസ്റ്റ് എടുത്തോളൂ. റെസ്റ്റ് എടുത്തോളൂ. ഒന്ന് നടത്തിക്കോട്ടെ. Crockery partner Minolta, easy and healthy cooking. അനീഷ് രവീസ് കോസ്റ്റ്യൂംസ് സ്പോൺസേഡ് ബൈ സ്വയംവര സിൽക്സ് കേരളത്തിലുടനീളം. അപ്സര കോസ്റ്റ്യൂം കർട്ടസി ജനക്ഷ് ഡേ ഡിസൈനർ ട്രിവാൻഡ്രം.